ഗോവിന്ദച്ചാമിയുടെ കാര്യം ഇനി പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ജയിൽ DIGയുടെ ഒരു റിപ്പോർട്ട്, ജയിൽ DGPക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്നിട്ട് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് വളരെ രസകരമായ കാര്യമാണ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. ഗോവിന്ദച്ചാമിക്ക് ഒരു കൈപ്പത്തി ഇല്ലെങ്കിലും ആ കൈക്ക് വളരെ ബലമുള്ളത്, ആ സ്ട്രോങ് ആണ്. അത് പുള്ളി കണ്ടു കാണുമായിരിക്കും. സ്ട്രോങ് ആണ്, അത് അനുഭവിച്ചാണ് ചിലപ്പോൾ വല്ലതും കിട്ടിക്കാണും ഗോവിന്ദച്ചാമിയുടെ ഇന്ന്. ഇനി അത് എനിക്കറിയാൻ വയ്യ. ഇനി അതല്ലെങ്കിൽ അത് എന്നിട്ട് പറഞ്ഞു അത് മതി, ആ കൈ വെച്ച് അയാൾ എന്തും ചെയ്യും എന്ന്. അയാൾക്ക് കൈപ്പത്തിയില്ല, ഇടത്തെ കൈപ്പത്തിയില്ല. ആ കൈപ്പത്തിയിലെ വിരലുകൾ ഒന്നുമില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ എവിടെയെങ്കിലും ഒന്ന് അള്ളിപ്പിടിച്ച് കയറണമെങ്കിലും ഈ കൈപ്പത്തി വിരലുകൾ വേണമല്ലോ. ഇല്ലാതെ ഏത് മലകയറ്റക്കാരന് എത്രയും വലിയ, അതായത് വളരെ ആരോഹകരുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ വലിയ സാഹസികമായിട്ട് പാറക്കെട്ടുകളിൽ അള്ളിപ്പിടിച്ച് കയറുന്നവർ, അവർക്ക് ഈ കൈപ്പത്തി ഇല്ലാതെ അവർക്ക് കയറാൻ പറ്റത്തില്ല. ഇനി റിപ്പോർട്ടിനകത്ത് 3 ഡ്രം, അല്ലെങ്കിൽ ഈ വെള്ളം നിറയ്ക്കുന്ന ഡ്രം ഉണ്ടല്ലോ, അതെടുത്ത് വെച്ച് അത് ക്യാൻ എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. തന്നെ ക്യാനെ കഴി അല്പം കൂടെ വലുപ്പമാണ്. ഈ 3 ഡ്രം എടുത്ത് ഒന്നിനു മേളിൽ ഒന്നായിട്ട് വെച്ചു. ഇനി ഇതിനെല്ലാം മുമ്പ് ഒന്നിനു മേളിൽ ഒന്നായിട്ട് വെക്കുന്നതിന് മുമ്പ് ചെയ്ത പണിയും തോന്നറിയോ? ഗോവിന്ദച്ചാമി ഇത് ജയിലിൻ്റെ ഇരുമ്പഴികൾ കേട്ടോ, നല്ല കനമുള്ള കമ്പിയാണ്, ചതുര കമ്പിയുണ്ട് ആണ് ഇത്. അത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു. പഴം മുറിക്കുന്ന വരികട്ടോ ഈ കമ്പി മുറിക്കുന്നത്. പഴം കണ്ടിക്കാനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ആക്സോ ബ്ലേഡ് ഒരു അരം പോലുള്ള ഏതോ ഒരു സാധനം വെച്ച് ഇങ്ങനെ മുറിച്ചു. അവൻ ഇത് അരം കൊണ്ടോ ഈ ആക്സോ ബ്ലേഡ് കൊണ്ടോ മുറിക്കണമെങ്കിലുണ്ടല്ലോ ഒരു 3 വർഷം പണിഞ്ഞാൽ പോലും അത് നടക്കുകയല്ല. പിന്നെ ഒരു 500 ആക്സോ ബ്ലേഡെങ്കിലും വേണ്ടി വരും. കാരണം ഇത് തൊടാനാണെങ്കിൽ. ഇതൊക്കെ എവിടുന്ന് കിട്ടി ഗോവിന്ദച്ചാമിക്ക്? എന്നിട്ട് തുണി കൊണ്ട് അത് കെട്ടി മറച്ചു എന്നൊക്കെ. ഈ തുണി എവിടുന്നാണ് കിട്ടിയേ, അത് എവിടുന്ന് കിട്ടിയെന്നുള്ളതിന് തെളിവില്ല, അങ്ങനെ റിപ്പോർട്ട് പറയുന്നു. പിന്നെ ഇയാൾ കൊണ്ടുപോയ തുണികളെന്നൊക്കെ പറയുന്നത് ഇത് വലിച്ചു കിട്ടിയതൊക്കെ തടവുകാരുടെ ലുങ്കിയും അതും ഇതുമൊക്കെ അവിടെ കഴുകാനിട്ടിരുന്നത് എടുത്തുകൊണ്ട് പോയി അത് കീറി കൂട്ടിക്കെട്ടി റെഡിയാക്കി പിരിച്ച് ഇതെടുത്തതാണെന്ന്. അത് പിരിക്കാൻ പോലും ഗോവിന്ദച്ചാമിക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ ലുങ്കി പിരിക്കണമെങ്കിലേ യഥാർത്ഥത്തിൽ 2 കൈയുള്ളവർക്ക് അത് പിരിക്കാം, കൈയും കാലും കൂടി ഉപയോഗിച്ചു. പിന്നെ ഒറ്റ കൈ കൊണ്ട് ഗോവിന്ദച്ചാമി അത് ചെയ്തെന്ന് വെച്ചോളൂ. ഇനി ഈ 3 ഡ്രമ്മിൻ്റെ പുറത്ത് കയറിയാൽ ഒരു കാരണവശാൽ ഈ മതിലിൻ്റെ ഒരു 1/4 ഭാഗം പോലും ആവുന്നില്ല, അത്രയേ ഉള്ളൂ ഉയരം. അതിൽ കയറിയുന്നുകൊണ്ട് ഗോവിന്ദച്ചാമി പിന്നെ പറക്കുമായിരിക്കും കേട്ടോ. പറന്ന് മേലോട്ട് പൊങ്ങി റെഡിയായി തുണി കമ്പി കെട്ടി എന്നിട്ട് അതിൽ കയറി എന്നിട്ട് തിരിച്ചിറങ്ങി എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളാണ് വരുന്നത്. എന്നിട്ട് അതായത് ഇതെങ്ങനെ കയറിയെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം. അദ്ദേഹത്തിന് അത് ഒരു തോന്നി, അതെങ്ങനെ പറയുന്ന ഒരു ബന്ധപ്പാടായിരിക്കുക എന്നുള്ളത്. ഇടത് കൈപ്പത്തി ഇല്ലെങ്കിൽ പോലും ആ കൈക്ക് നല്ല ബലവുമാണ്, അതിനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. കൊള്ളാം, നല്ല നല്ല കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ കേട്ടോ. എന്നിട്ട് ഇത് മാത്രമോ, ഇനി ഗോവിന്ദച്ചാമി എന്തോ സ്വപ്നം കണ്ടോ ഇതിനകത്ത് കറണ്ട് ഇല്ലായിരുന്ന കമ്പിയുടെ മേളിൽ? ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ ഗോവിന്ദച്ചാമിക്ക്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഈ CCTV നോക്കുന്ന ആൾ അന്ന് ആശുപത്രിയിൽ പോവും. അതും ഗോവിന്ദച്ചാമി ജോൽസ് നോക്കി കണ്ടുപിടിച്ചായിരിക്കും, അല്ലേ? കബഡി നടത്തി കണ്ടുപിടിച്ചാലാണ് സാധ്യത. ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ അറിയാൻ പറ്റുമോ ഗോവിന്ദച്ചാമിക്ക്? ഇത് മനസ്സിലാക്കാനെങ്കിലുമുള്ള കോമൺ സെൻസ് വേണ്ട ഇത് എഴുതി വെക്കുമ്പോൾ. ഇനി ഇതിപ്പോൾ നമുക്ക് അൻവറെ ഓരോ കാര്യത്തിനൊക്കെ കുറ്റം പറഞ്ഞാലും PV അൻവർ അവിടെ ചെന്നിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ച്, അത് കണ്ടാൽ ആർക്കും അറിയാം ശരിയാണ്, ആ കാണിച്ചത് വളരെ യുക്തിസഹമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഒരു കാരണവശാലും അവിടെ കയറാൻ പറ്റത്തില്ല, അതിനകത്ത് കയറാൻ പറ്റില്ല. ഈ ഗോവിന്ദച്ചാമിക്ക് എന്നല്ല, നല്ല 2 കൈക്കും സ്വാധീനമുള്ള ഒരാൾ, ആരോഗ്യമുള്ള ഒരാൾ വിചാരിച്ചാലും അവിടെ കയറാൻ പറ്റില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഇയാൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾക്ക് ഇഷ്ടം പോലെ താടി വളർത്താനും മുടി വളർത്താനും ഒക്കെയുള്ള സൗകര്യം ജയിലിനകത്ത് കൊടുക്കുമോ? വേറെ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശം ജയിലിലുണ്ടോ? ജയിൽ യൂണിഫോം അല്ലേ ജയിലിൽ ധരിക്കേണ്ടത്? ആ ജയിൽ യൂണിഫോം ആണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആർക്കും എവിടെ വെച്ച് ഒരാളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. അതിന് പകരം ഇനി പോട്ടെ, കഴുവാനിട്ടിരുന്ന പാൻറ്റൊക്കെ ഗോവിന്ദച്ചാമി വലിച്ച് കയറ്റി കൊണ്ടുപോയെന്നിരിക്കട്ടെ. അതായാൽ പോലും
ഇത് കയറേണ്ട ഇതിനകത്ത് ഈ മതിൽ ചാടി. മാത്രമോ ഈ കമ്പിയഴി മുറിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്പിയഴി മുറിക്കാൻ ഈ കമ്പിയഴി എന്ന് പറയുന്നത് മുരിങ്ങക്കോല് കൊണ്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്ന സാധനമല്ല. ബ്രിട്ടീഷുകാർ വെച്ചേക്കുന്നതല്ല, ഒന്നാം തരം ഉരുക്കിൻ്റെ കമ്പിയാണ്. അത് ഗോവിന്ദചാമി അല്ല ഏത് ചാമി വിചാരിച്ചാലും ശരി, ഇത് അറുത്ത് മാറ്റണമെങ്കിൽ അവർ ആക്സോ ബ്ലേഡ് വെച്ചൊന്നും ഇത് അറുത്ത് മാറ്റാനൊന്നും പറ്റുകയില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ വെൽഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഇതില്ലേ, ആ പൽചക്രം പോലുള്ള ഒരു ചെറുത്, അത് ആ ബ്ലേഡ് ഇട്ടിട്ട് നല്ല മെക്കനൈസ്ഡ് ആയിട്ടുള്ള ആ ബ്ലേഡ് ഇട്ട് കറക്കി അത് ആണെങ്കിൽ മുറിക്കാം. പക്ഷേ അതിന് ഘോരമായ ശബ്ദമാണുള്ളത്. ഒരു കാരണവശാലും ജയിലിൽ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗോവിന്ദചാമി വേറെ കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഡമ്മി ഉണ്ടാക്കി കിടത്തിയെന്ന് കട്ടിലയിൽ തുണി പുതപ്പിച്ച്. അപ്പോൾ ഈ ഡമ്മിയും കണ്ടുകൊണ്ട് വരുന്നതാണോ ജയിൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കണോ. ഡമ്മിയും കണ്ടുകൊണ്ട് ഇത് എഴുതി വെച്ചു, ഗോവിന്ദചാമി അവിടെ കിടപ്പുണ്ടെന്ന് അതിൽ എഴുതി വെച്ചു. പിന്നെ ഈ കൂടുള്ള തടവുകാരനെ ഇതൊന്നും അറിയത്തില്ലയോ? ഗോവിന്ദചാമി ഒറ്റയ്ക്കല്ലായിരുന്നു അതിനകത്ത്, വേറെ കൂടെ ഒരാളുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും അറിയാതെ ഈ അരം കൊണ്ട് രാവി എടുത്തെന്നൊക്കെ പറയട്ടെ, അരം വെച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് രാവുന്നെന്നിരിക്കട്ടെ, എന്ത് ശബ്ദം ഉണ്ടാവുന്നതറിയോ? അതിന് വേറെ മെക്കാനിസം, ആ ശബ്ദം ഇല്ലാതാക്കാൻ ഒരു മാർഗവും ഇല്ല. ആ ശബ്ദം ഇല്ലാതാക്കാൻ ഈ മരം മുറിക്കുന്നവർ ചെയ്യാറുണ്ട്. ഈ മരം മോഷ്ടിക്കുന്നവർ മോരൊഴിച്ചിട്ട് ആ തടിയിറക്കും, ശബ്ദം കേൾക്കത്തില്ല, സത്യമാണ്. പക്ഷേ ഇരുമ്പിന് ഉരുക്കിനും ഒന്നും ഈ പരിപാടിയില്ല. അരം കൊണ്ട് രാവിയാലൊക്കെ നല്ല ശബ്ദം വരും. അപ്പോൾ ഇത് കേൾക്കാതെ ഗോവിന്ദചാമി ഇരുന്ന് രാവിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നായി പറയുന്നതല്ലേ. ഇതാര് വിശ്വസിക്കും ഇതൊക്കെ? ഗോവിന്ദചാമിക്ക് ശരിയായ സഹായം ജയിലിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് സഹതടവുകാരാണോ അതോ ജയിൽ ജീവനക്കാരാണോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ജയിൽ ജീവനക്കാരറിയാതെ ഇതൊരു കാരണവശാലും നടക്കും എന്ന് എന്നെപ്പോലുള്ള പാവങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇത് കാരണം ഇത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നോക്കിക്കൊള്ളണം. മേളിൽ ആ കമ്പി കറണ്ടില്ലെന്ന് ഗോവിന്ദചാമിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV നോക്കുന്ന ഉദ്യോഗസ്ഥൻ അയാൾ ഒരു രോഗിയെയും കൊണ്ട് ആശുപത്രി ഡ്യൂട്ടിക്ക് പോയേക്കാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പാറാവ് ഇങ്ങനെ നടക്കുന്ന ആളുകൾ, ഈ കാവലിന് നടക്കുന്ന ആളുകൾ, പെട്രോളിങ്ങിന് നടക്കുന്ന അതിനകത്തെ ജീവനക്കാരുണ്ടല്ലോ, അന്നത്തെ ദിവസം അവർ 2 മണിക്കൂർ കൂടുമ്പോൾ വരികയില്ല എന്ന് ഗോവിന്ദചാമിക്ക് അറിയാം. ഇങ്ങനെ ഗോവിന്ദചാമിക്ക് ഇതെല്ലാം അറിയാവുന്ന ആളാണ്. ഗോവിന്ദചാമിയെ പിടികിട്ടിയ എന്താ കാര്യം? നാട്ടുകാർ വിചാരിച്ചോണ്ടാ, അല്ലാതെ ഇവിടുത്തെ പോലീസിൻ്റെ കാര്യം അതുകൊണ്ടൊന്നുമല്ല. നാട്ടുകാരെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട്, ഒരു ചെറുപ്പക്കാരൻ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് അയാൾ വേറൊരാളെയും കൂടെ കൂട്ടി എൻ്റെ പുറകെ പോയപ്പോൾ ഇവൻ സ്പീഡിൽ നടക്കുന്നു. അപ്പോൾ ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോൾ ഓടുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് അവർ റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാതെ പോലീസിൻ്റെ ഇവിടുത്തെ വലിയ കഴിവുകൊണ്ടൊന്നും പിടിച്ചൊന്നുമല്ല. ജനങ്ങൾ അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അന്ന് സൂപ്പാക്കിയനെ, അത് സംശയമൊന്നുമില്ല. ഇവൻ എടുത്ത് കേട്ടിച്ചാടി. എന്തിനവനെ കേട്ടിന്ന് പിടിച്ച് കയറ്റെന്നുള്ളത് എനിക്ക് അറിഞ്ഞോളാം കേട്ടോ. അത് പോക്കോട്ടെ, ഏതായാലും പിടിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ വിയ്യൂർക്കാർക്ക് ജോലി കഴിഞ്ഞ് വിയ്യൂരേക്ക് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഇനി അവൻ ചാടും, നിങ്ങൾ നോക്കിക്കോ. ചാടുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും സൗകര്യം ചെയ്ത് കൊടുത്താൽ ഇല്ലേ ചാടത്തൊന്നുമില്ല. ഗോവിന്ദചാമിക്ക് ഇത് സ്വന്തമായിട്ട് ഗോവിന്ദചാമി ജയിൽ ചാടിയതല്ല. ഇതിൻ്റെ പുറയിലുള്ള വലിയ വൈഡായിട്ടുള്ള കോൺസ്പിറസി, ഗൂഢാലോചന, അതാണ് അന്വേഷിക്കേണ്ടത്. കാരണം എന്തിനീ ഗോവിന്ദചാമിയെ പുറത്ത് കിടത്തി? മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഇതൊന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? മാധ്യമങ്ങളുടെ വലിയ ചർച്ച ഇല്ലാതാക്കി ഗോവിന്ദചാമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. കാരണം ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് സഹായം കിട്ടിയില്ല എന്നുള്ളത് തെളിവുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇയാൾ ജയിലിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ നടന്നു പോകുന്നുണ്ട്. അവന് വഴി അറിഞ്ഞൂടാ. വെളിയിൽ സഹായം കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും വണ്ടി കൊണ്ടുവന്ന് അവനെ കയറ്റിക്കൊണ്ടുപോയനെ, അല്ലെങ്കിൽ അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നെങ്കിൽ അവനെ കിട്ടത്തില്ല, അത് ഉറപ്പാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ കാര്യം. അപ്പം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ജയിൽ ജീവനക്കാരെ വെള്ള പൂശാനുള്ള ഒരു റിപ്പോർട്ട്, നാണമില്ല ഈ ജയിൽ DIG ഇതുപോലെ ഒരെണ്ണം എഴുതി കൊടുക്കാൻ? കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങളാണ് അതിലുള്ളത് മുഴുവൻ. ഇത് അരം വെച്ച് മുറിച്ചു, ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ചു, പിന്നെ ഡ്രം എടുത്തിട്ട് ഒരു 30 ഡ്രം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നു പോയനെ. ഇത് 3 ഡ്രം എടുത്ത് വെച്ച് അതിൻ്റെ മണ്ടയിൽ കയറി എന്നിട്ട് അള്ളി പിടിച്ച് കയറി. കൈക്ക് നല്ല ബലമാണ്, കൈയുടെ സ്റ്റമ്പേ ഉള്ളൂ,
ഇത് അയാളുടെ സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ ഈ കൈപ്പത്തി മുറിച്ചു പോയതാണ്, മാറ്റിയതാണ്. അത് അങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് എത്ര ആ കൈക്ക് ബലമുണ്ടെന്നുള്ളത് ശരിയാണ്, പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസാമാന്യമായ ബലമുണ്ടതിന്. ആ ബലം കൊണ്ട് കാര്യമില്ല. ഇത് എവിടെയെങ്കിലും പിടിച്ച് കയറണമെങ്കിൽ വിരൽ വേണം, അതില്ല. കൃത്രിമ കൈ പോലും ഇല്ല. പിന്നെ എങ്ങനെ ഇത് കയറി? അപ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു റിപ്പോർട്ട് കൊണ്ട് ഇത് അവസാനിക്കരുത്. ഇതിൻ്റെ പുറയിലുള്ള വൈഡായിട്ടുള്ള കോൺസ്പിറസി, അതായത് വളരെ വലിയ ഗൂഢാലോചന ഇതിൻ്റെ പുറയിലുണ്ടെന്ന് സംശയിക്കാനുള്ള എല്ലാ കാര്യമുണ്ട്. അത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം, അതാണ് വേണ്ടത്. മാധ്യമ ശ്രദ്ധ അകറ്റാനുള്ള ശ്രമമാണോ എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ട കാര്യമാണ്.